ഇൻസൈറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അനുജിത്ത്. തിരിച്ചറിയൽ കാർഡ് സംസ്ഥാനതല വിതരണോദ്ഘാടനം കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. കാർഷിക സേവനങ്ങൾ അതിവേഗവും കാര്യക്ഷമമായും കർഷകർക്ക് ലഭ്യമാകുന്ന തരത്തിൽ കൂടുതൽ സ്മാർട്ടാക്കി മാറ്റുമെന്നും കർഷകരുടെ ആത്മാഭിമാനത്തിന്റെ അടയാളമാണ് ഈ കാർഡെന്നും മന്ത്രി പറഞ്ഞു. കാർഷിക സേവനങ്ങൾക്ക് ഏകജാലക സംവിധാനം ഒരുക്കുന്നതിനായാണ് സംസ്ഥാന കൃഷി വകുപ്പ് ഖദർ ആപ്പിന് രൂപം കൊടുത്തത്. ഇത്തരത്തിൽ എല്ലാ കാർഷിക സേവനങ്ങളും ഒറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാകുന്ന രാജ്യത്ത് തന്നെ ആദ്യ വെബ് പോർട്ടലാണ് ഖദർ ആപ്പ് എന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. കർഷകർക്കുള്ള തിരിച്ചറിയൽ കാർഡ് സംസ്ഥാനതല വിതരണോദ്ഘാടനത്തെ കുറിച്ച് കൃഷി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീലേഖ ഇൻസൈഡ് റിപ്പോർട്ടുമായി പങ്കുവച്ചു. ഞാൻ ശ്രീലേഖ, കൃഷി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറാണ്. ഇന്ന് ഇവിടെ നടന്നത് ഖദർ ആപ്പ് എന്നുള്ള ആപ്പ് സംസ്ഥാന തലത്തിൽ രജിസ്റ്റർ ചെയ്ത കർഷകർക്കുള്ള ID കാർഡ് വിതരണോദ്ഘാടനമാണ്. ഇത് സംസ്ഥാനതല പരിപാടിയായിരുന്നു. ഈ പരിപാടി ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് അവറുകൾ ഉദ്ഘാടനം ചെയ്തു. അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചത് ബഹുമാനപ്പെട്ട അങ്കമാലി MLA ശ്രീ റോജി M. ജോൺ അവറുകളാണ്. കൃഷി വകുപ്പ് ഡയറക്ടർ ഡോക്ടർ അദീല അബ്ദുള്ള മാഡം ഇതിൽ പങ്കെടുത്തു. അതേപോലെ തന്നെ ബ്ലോക്ക് പ്രസിഡന്റുമാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ്, മറ്റ് വിശിഷ്ടാതിഥികൾ, അതേപോലെ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള കർഷക പ്രതിനിധികളും ഈ പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി. ധാരാളം ജനങ്ങളും നാട്ടുകാരും ഈ പരിപാടിയിൽ വന്ന് സഹകരിച്ചു. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ആദ്യ തിരിച്ചറിയൽ കാർഡ് പത്മശ്രീ പുരസ്കാരം ലഭിച്ച കർഷകൻ സത്യനാരായണ മണിയണിക്ക് മന്ത്രി നൽകി. മികച്ച കർഷകയ്ക്കുള്ള പുരസ്കാരം നേടിയ ഭുവനേശ്വരി, മികച്ച ജൈവ കർഷക പുരസ്കാര ജേതാവ് ജ്ഞാനശരവണൻ, കർഷകോത്തമ പുരസ്കാര ജേതാവ് CD രവീന്ദ്രൻ നായർ, മികച്ച ജൈവ കർഷക അവാർഡ് ജേതാവ് രശ്മി മാത്യു, കർഷക തിലകം വനിതാ അവാർഡ് ജേതാവ് K. ബിന്ദു, ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട മികച്ച കർഷക പുരസ്കാര ജേതാവ് ശ്രവന്തിക, കേരകേസരി അവാർഡ് ജേതാവ് സുഷമ, മികച്ച പച്ചക്കറി കർഷകൻ സുജിത് SV, മികച്ച കോൺ കർഷകൻ ജേക്കബ് തോമസ്, മികച്ച പുഷ്പ കർഷകൻ VP സുനിൽ,
മികച്ച തേനീച്ച കർഷക പുരസ്കാര ജേതാവ് ഫിലിപ്പ് മാത്യു, കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന യൂട്യൂബർ ആനി യൂജിൻ, കർഷകരായ വർഗീസ് കെ.സി, മറിയാമ്മ മാത്യു എന്നിവർക്കും തിരിച്ചറിയൽ കാർഡുകൾ വിതരണം ചെയ്തു. അങ്കമാലി എം.എൽ.എ. റോജി എം. ജോണിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കൃഷി വകുപ്പ് ഡയറക്ടർ ഡോക്ടർ അദീല അബ്ദുള്ള IAS, കൃഷി അഡീഷണൽ ഡയറക്ടർ ബിൻസി അബ്രഹാം, ജില്ലാ കൃഷി ഓഫീസർ ഷേർലി സഖറിയാസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ, മുൻ MLA PJ ജോയ്, അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുത്രേസ്യ തങ്കച്ചൻ, പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TV പ്രതീഷ്, അങ്കമാലി മുനിസിപ്പാലിറ്റി ചെയർമാൻ മാത്യു തോമസ്, അയ്യമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് PU ജോമോൻ, കാലടി പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി, കറുകുറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക ശശികുമാർ, കാഞ്ഞൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വിജി ബിജു, മലയാറ്റൂർ നീലീശ്വരം പഞ്ചായത്ത് പ്രസിഡന്റ് വിൽസൺ കോയിക്കര, മഞ്ഞപ്പുറ പഞ്ചായത്ത് പ്രസിഡന്റ് വത്സലകുമാരി വേണു, മൂക്കന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിബീഷ്, തുറവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി ജോയ്, പാറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് SV ജയദേവൻ, അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു കാവുങ്ങ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഷൈനി ജോർജ്, അനിമോൾ ബേബി, ശാരദ മോഹൻ, MJ ജോമി, വാർഡ് കൗൺസിലർ പോൾ ജോവർ തുടങ്ങി വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, കർഷക പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഇൻസൈറ്റ് റിപ്പോർട്ട് നിങ്ങളിലേക്ക്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പേര് സത്യനാരായണ ബെളേരി എന്നാണ്. ഞാൻ കാസർഗോഡ് ജില്ലയുടെ നെട്ടണിക വില്ലേജിലെ വെള്ളൂർ ഗ്രാമപഞ്ചായത്തിൽ താമസിക്കുന്ന വ്യക്തിയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഈ വർഷത്തെ പത്മ അവാർഡ് കിട്ടിയ ആളാണ്. ഒരു 650ഓളം നാടൻ നെല്ലിനങ്ങളെ സംരക്ഷിച്ചു വരുന്നതാണ്. അതിന് വീണ്ടും എല്ലാ വർഷവും ചെയ്തിട്ട് പല കൃഷിക്കാർക്ക് കൈമാറുന്നതാണ്. കേരള സർക്കാർ പുറത്തിറക്കുന്ന കതിർ എന്ന് പറയുന്ന ആപ്പിൻ്റെ അതിന് കൃഷിമന്ത്രിയാണ് ഇന്ന് കൈമാറുന്നതാണ്. പല കർഷകർക്ക് കൈമാറുന്നതാണ്. അതിലും ഒരു 100ഓളം കർഷകർക്ക് ഇന്ന് അത് ആദ്യമായിട്ട് കൊടുക്കുന്നതാണ്. അതിൽ എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. ഈ പരിപാടിയിൽ ഞാൻ പങ്കെടുക്കാൻ വന്നിട്ടുണ്ട്. സർക്കാരിൻ്റെ ഈ ഒരു പരിപാടി വളരെ നല്ലൊരു പരിപാടിയായിട്ട് കരുതുന്നു. ഇതിൽ കർഷകരെ പല സംശയങ്ങളും ഇതിൽ ഈ ആപ്പ് വഴി ചോദിക്കാം. അതേപോലെ സർക്കാരിൻ്റെ വളരെ വേറെ പദ്ധതികളും കർഷകർക്ക് അറിയാൻ വളരെ ഒരു നല്ല പ്രയോജനമാണ് ഈ ആപ്പ്.
ചിപ്പി സൈക്കിൾസ് അങ്കമാലി. അങ്കമാലി പട്ടണത്തെ സൈക്കിൾ സവാരിയിലേക്ക് നയിച്ച ചിപ്പി സൈക്കിൾസ് 10ാം വർഷത്തിലേക്ക്. ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡുകളായ ഹെർക്കുലീസ്, ക്രോസ്, ടാറ്റ സ്ട്രൈഡർ, BSA എന്നീ കമ്പനികളുടെ എല്ലാ മോഡൽ സൈക്കിളുകൾക്കും ചിപ്പി സൈക്കിൾസ് അങ്കമാലി, കിഴക്കേ പള്ളി റോഡ്, അങ്കമാലി, ഓപ്പോസിറ്റ് ഹോട്ടൽ ആനന്ദ ഭവൻ. ഫോൺ നമ്പർ 8606471144. ചിപ്പി സൈക്കിൾസ് അങ്കമാലി. അങ്കമാലി പട്ടണത്തെ സൈക്കിൾ സവാരിയിലേക്ക് നയിച്ച ചിപ്പി സൈക്കിൾസ് 10ാം വർഷത്തിലേക്ക്. ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡുകളായ ഹെർക്കുലീസ്, ക്രോസ്, ടാറ്റ സ്ട്രൈഡർ, BSA എന്നീ കമ്പനികളുടെ എല്ലാ മോഡൽ സൈക്കിളുകൾക്കും ചിപ്പി സൈക്കിൾസ് അങ്കമാലി, കിഴക്കേ പള്ളി റോഡ്, അങ്കമാലി, ഓപ്പോസിറ്റ് ഹോട്ടൽ ആനന്ദ ഭവൻ. ഫോൺ നമ്പർ 8606471144. ഇൻസൈറ്റ് റിപ്പോർട്ടിന്റെ ഓൺലൈൻ മാധ്യമങ്ങളായ യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, ഇൻസ്റ്റഗ്രാം, ടെലിഗ്രാം എന്നീ ചാനലുകളിൽ പരസ്യങ്ങൾക്ക് വേണ്ടി വിളിക്കേണ്ട നമ്പർ 7736964883 9072046846. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം.